സുനിൽ ബിഗിൻസ് പ്ലേയിങ് ഇൻ ക്രിക്കറ്റ്. സുനിൽ ഗവാസ്കർ ക്രിക്കറ്റിൻ്റെ തുടക്കം കുറിച്ചത് അമ്മയുടെ ഈ ഒരു അപകടം കൊണ്ടാണ്. അതുകൊണ്ട് അതിന് ഭയങ്കര സങ്കടമായെങ്കിലും അദ്ദേഹം കഴുകി ബ്ലീഡിങ് വന്നു. അദ്ദേഹം വാഷ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ അമ്മയുടേത് വൃത്തിയാക്കി. Right from beginning, I wanted to become a batsman. I hated losing my wicket. The became such obsession with me and the rest of the boys ever got me out. When I fight, they eventually walk home and bat the ball. These boys cursed, called me the names. But I played were the any brothers and Manderkar brothers and several others whom പിന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ആ അമ്മയുടെ ആ ഒരു ഇൻസിഡൻറ്റ് പിന്നെ അദ്ദേഹം പിന്നെ പടിയായിട്ട് ക്രിക്കറ്റ് ലൈഫിലേക്ക് വരികയാണ്. പിന്നെ അദ്ദേഹം ഫുൾ ടൈം ക്രിക്കറ്റിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചു എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അറ്റ് ലാസ്റ്റ് കണ്ടോ, ഇതാണ് റൈറ്റ് ദ ബിഗിനിങ്. ഫ്രം ദ ബിഗിനിങ് ഐ വാണ്ടഡ് ടു ബിക്കം എ ബാറ്റ്സ്മാൻ. അദ്ദേഹത്തിന് ആദ്യമായിട്ട് വാണ്ടഡ് ടു ബാറ്റ്സ്മാൻ ആണ്. ക്രിക്കറ്റിൽ പലതും ഉണ്ട്. എന്തുണ്ട്, ക്രിക്കറ്റിന് പിടിക്കുന്ന ആളും ബാറ്റ് ചെയ്യുന്ന ആളൊക്കെ ഉണ്ടല്ലോ. ഇയാൾ നമ്മൾ സുനിൽ ഗവാസ്കർ ബാറ്റ്സ്മാൻ ആവാനാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അങ്ങനെയാണ് അദ്ദേഹം. അപ്പോൾ ബിഗിനിങ് എന്നുള്ളതിന് സുനിൽ ബിഗിൻസ് ടു പ്ലേയിങ് ക്രിക്കറ്റ് എന്നുള്ള ആൻസർ ആണ്. Right from the beginning, I wanted to become batsman. I hated losing my wicket. Because of such an obsession, I rest the boys ever get me over. അപ്പോൾ ബോയ്സിൻ്റെ കൂടെ കളിക്കാനും പിന്നെ വിക്കറ്റ് പറഞ്ഞാൽ ഒരാൾ ഔട്ടായി പോവും. വിക്കറ്റ് എടുക്കാൻ ഒരാൾ ഔട്ടാകുന്നതാണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ബാറ്റ്സ് ചെയ്യുന്നതിലേക്ക് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഈ ചെറിയൊരു ലെസണാണ്. ഇത്രയും കാര്യങ്ങളാണ് മൈ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ക്രിക്കറ്റ്. അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താ, ഫസ്റ്റ് സ്റ്റെപ്പിലെ എങ്ങോട്ട്, ഇൻ ക്രിക്കറ്റ്. അത് മിസ് ചെയ്തെന്നാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ക്രിക്കറ്റ്. അപ്പോൾ ക്രിക്കറ്റിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ്. ആരുടെ സ്റ്റെപ്പ്? സുനിൽ ഗവാസ്കർ ആണ് ഇതിൻ്റെത്. ഓക്കെ, അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻസ് ആണ്, ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആൻസറിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മുടെ പാഠഭാഗം നമ്മൾ കവർ ചെയ്ത് പോയത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒരു പോയമാണ് ലിഷർ ടൈം. ലിഷർ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒഴിവ് സമയത്തിനെയാണ് നമ്മൾ ലിഷർ ടൈം എന്ന് പറയുന്നത്. ഇതൊരു സോണറ്റാണ്. അതായത് ഓരോ സോണറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പിന്നെ ആഖ്യാനം, മലയാള കവിത എന്നൊക്കെ പറയും സോണറ്റ്. സോണറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ലഘു കവിത അല്ലെങ്കിൽ കുഞ്ഞു കവിത, ചെറിയ പാരഗ്രാഫ് കവിതകളിലെ ചെറുകവിത ലഘു കവിത എന്നൊക്കെ പറയും. അതാണ് സോണറ്റ്. ഇതൊരു സോണറ്റാണ്. 14 ലൈൻസ് വരുന്ന ഒരു സോണറ്റാണ് നമ്മുടെ ലിഷർ ടൈം എന്ന് പറഞ്ഞാൽ ഒഴിവ് വേള അല്ലേ, ഒഴിവ് സമയം. നമ്മൾ മോഹൻലാലിൻ്റെ ഒരു പടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒഴിവ് സമയം നമ്മൾ എങ്ങനെ ആനന്ദകരമാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടൊരു കളിപ്പാട്ടം എന്ന സിനിമ, നല്ല ഒഴിവ് സമയത്തിലുള്ള സംഭവങ്ങൾ. അപ്പം അതേപോലെ തന്നെ ഒഴിവ് സമയം നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്താണ് നമ്മുടെ മനുഷ്യൻ എന്താ ചെയ്യുന്നത് എന്നാണ് ഈ ലിഷർ എന്നുള്ള പോയത്തിൽ പറയുന്നത്. Do you know what leisure mean? It means the free time. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the meaning of leisure? Leisure is the free time. Okay, the sentence, the meaning of the word leisure means free time. മറന്നു പോകരുത്. ക്വസ്റ്റ്യൻ ആൻസർ ബേസ് ആണ് നമ്മൾ പോണത്. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. What is the meaning of leisure? The meaning of the leisure is free time. Okay. When do you in your leisure time, leisure hours, നമ്മളെ ഒഴിവു മണിക്കൂറുകൾ നമ്മൾ എങ്ങനെയാണ് ചിലവാക്കുന്നത്? ഡു യു റീഡ് ദ ബുക്ക്, അല്ലെങ്കിൽ പ്ലേ എ ഗെയിം, സീ എ മൂവി, ഗോ ഫോർ എ വാക്ക്, ലിസൺ ടു മ്യൂസിക്, വാച്ച് TV, വിസിറ്റ് എ ഫ്രണ്ട്, അഡ്മയർ ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. അല്ലെ, നമ്മൾ TV കാണുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ബുക്ക് റീഡ് ചെയ്യുന്നു, പ്ലേ എ ഗെയിം കളിക്കുന്നു, മൂവി കാണുന്നു, ഗോ ഫോർ എ വാക്ക് വെറുതെ ഒരു നടക്കാൻ പോകുന്നു, ലിസൺ ടു മ്യൂസിക് ശ്രദ്ധിക്കുന്നു, വിച്ച് TV കാണുന്നു, വിസിറ്റ് എ ഫ്രണ്ടിനെ സന്ദർശിക്കാൻ പോകുന്നു, അഡ്മയർ ദ ബ്യൂട്ടി ഓഫ് നേച്ചർ, നേച്ചറിൻ്റെ ബ്യൂട്ടി ആസ്വദിക്കാൻ പോകുന്നു. നമ്മൾ ഈ ഒരു പോയത്തിൽ നമ്മൾ ഈ ലാസ്റ്റ് പറഞ്ഞ പോയിന്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. അഡ്മയർ ദ ബ്യൂട്ടി ഓഫ് നേച്ചർ, നമ്മൾ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ലിഷർ എന്ന ഈ ഒരു പോയത്തിൽ നമ്മളോട് കവി പറയുന്നത്. ഓക്കെ, എഴുതിയ ആളെ പേരൊന്ന് മിസ് പറയാം. W.H. ഡേവിസ്. ആരാണ് എഴുതിയത്? W.H. ഡേവിസ് ഈസ് ദ to return in this poem. മറന്നു പോകരുത്, അദ്ദേഹത്തിൻ്റെ പേര് W.H. ഡേവിസ്. അദ്ദേഹം പറയുന്നത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ലിഷർ ടൈം. പിന്നെ ഇതിലൊരു ക്വസ്റ്റ്യനും ഉണ്ടല്ലോ അല്ലേ,
വെൻ ഡു യു ഡു ഇൻ യുവർ ലിഷർ ഹവേഴ്സ്, നമ്മുടെ ഒഴിവ് സമയം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതിൽ നിന്ന് ആൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അഡ്മയർ ദ ബ്യൂട്ടി ഓഫ് നേച്ചർ, അതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ കവി തിരഞ്ഞെടുത്തത് എന്താണ്? അഡ്മയർ ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. പ്രകൃതി എന്തൊക്കെയാണ് അദ്ദേഹം നമ്മുടെ ഒരു കവിതയിലൂടെ, ഒരു സോണറ്റിലൂടെ പറഞ്ഞു നോക്കാം. വാട്ട് ഈസ് ദ ലൈഫ് ഈസ് ഫുൾ ഓഫ് കെയർ, വി ഹാവ് നോ ടൈം ടു സ്റ്റാൻഡ് ആൻഡ് സ്റ്റെയർ. നമുക്ക് നിൽക്കാൻ സമയമില്ല, ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമുക്ക് എവിടെ നിൽക്കാൻ സമയമില്ല. നോ ടൈം ടു സ്റ്റാൻഡ് ദ ബിനീത്ത് ദ ബോസ്, ഒന്നിനും നമുക്ക് സമയമില്ല. ആൻഡ് സ്റ്റേ ലോങ് എ ഷീപ്പ് ഓർ കൗസ്, ഷീപ്പിനെ കാണാൻ സമയമില്ല. കൗസ്, ഈ വയലിൽ മേയുന്ന ആരെ കാണുന്നില്ല, പശുവിനെ നോക്കി നിൽക്കാൻ സമയമില്ല, കാളകളെ നോക്കി നിൽക്കാൻ സമയമില്ല. നോ ടൈം ടു സീ ദ വുഡ്സ് ആൻഡ് വി പാസ്, നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ പാസ് ചെയ്യുമ്പോൾ അത് ബാക്കോട്ട് പോകില്ലേ വൃക്ഷങ്ങൾ, അപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മളെ കടന്നു പോകുന്ന വൃക്ഷങ്ങളെ നമ്മൾ നോക്കാൻ നമുക്ക് സമയമില്ല. ആൻഡ് വേർ സ്ക്വയറൽ ഹൈഡ് ദെയർ നട്ട്സ് ഇൻ ഗ്രാസ്, പുല്ലിലൂടെ ഓടിക്കളിക്കുന്ന സ്ക്വയറൽ മീൻസ് നമ്മുടെ അണ്ണാൻകുഞ്ഞിനെ കാണാൻ സമയമില്ല. ആൻഡ് നോ ടൈം ടു ടേൺ ദ ബ്യൂട്ടി ഗ്ലാൻസ് വിച്ച് ഫീൽ ആൻഡ് ഹൗ ദേ ഇൻ ദ ഡാൻസ്. ഓക്കെ, അതായത് ബ്യൂട്ടി ഗ്ലാൻസ്, നമ്മുടെ പ്രകൃതിയുടെ ബ്യൂട്ടി, ഇത്രയും തിളങ്ങി നിൽക്കുന്ന നമ്മുടെ ഈ ബ്യൂട്ടി, നേച്ചറിൻ്റെ ബ്യൂട്ടി കാണാൻ നമുക്ക് സമയമില്ല. അവർ ദ സ്ക്വയറൽ ആൻഡ് വാച്ച് യുവർ ഫീറ്റ് ഹൗ ദിയർ ഡാൻസ്. അപ്പോൾ എന്താ പറയുക, ഇവിടെ ഒരു പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു വ്യക്തിത്വം, അതായത് നമ്മുടെ ഇത് പേഴ്സോണിഫിക്കേഷൻ കറക്റ്റ് മലയാളം വ്യക്തിത്വം എന്നാണ്. പക്ഷേ ഇവിടെ കൊടുക്കുന്നത് അതൊരു അലങ്കാരമാണ്. നമുക്ക് മലയാള കവിതയിലുണ്ടാവും നമ്മൾ കൺസെപ്റ്റായിട്ട്, നമ്മുടെ മലയാള കവിതയിൽ കവികളൊക്കെ സങ്കല്പത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് അധിക കവിതകളും രചിക്കുക അല്ലേ, സങ്കല്പമായിരിക്കും നമ്മൾ അവിടെ അങ്ങനെ. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു കൺസെപ്റ്റ്, നോ ടൈം ടു വെയിറ്റ് ഹെർ മൗത്ത് ക്യാൻ ദ സ്മൈൽ ഓർ ഹെർ ഹൈസ് ടു ബിഗിൻ. ആരാ ഹെർ? ഇവിടെ ഹെർ എന്ന് പറയുന്ന ഒരു വേർഡ് വന്നല്ല, അവൾ എന്നുള്ള അർത്ഥം, അവളുടെ. ആരാണ് ഈ അവൾ എന്ന് പറയുന്ന ആള്? അപ്പോൾ ഇവിടെ കവി സങ്കല്പിക്കുകയാണ് ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി എന്നെ മാടി വിളിക്കുന്നത് പോലെ തോന്നി എന്നാണ് പറയുന്നത്. അതിനാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതൊരു അലങ്കാരമാണ് പേഴ്സോണിഫിക്കേഷൻ. മലയാളത്തിൽ അത് നമ്മൾ പറഞ്ഞു ഉപമ, ഉൽപ്രേക്ഷ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും അലങ്കാരങ്ങൾ. പക്ഷേ ഇംഗ്ലീഷിൽ അതിന് പറയുന്ന പേരാണ് പേഴ്സോണിഫിക്കേഷൻ. അത് തന്നെ ഇവിടെ എക്സാമ്പിൾ മിസ് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലിൽ എവിടെയെങ്കിലും പോയിട്ടെങ്കിൽ ആ ഭക്ഷണം നമ്മളെ മാടി വിളിക്കുന്നത് പോലെ തോന്നി അല്ലേ. ജസ്റ്റ് ഒരു ഒറിജിനൽ ഹ്യൂമൻ സംഭവങ്ങൾ നമുക്ക് എന്തായി തോന്നും? നോൺ ഹ്യൂമൺ ആയിട്ട് തോന്നും, വിളിക്കുന്ന പോലെ തോന്നും. അതൊരു സങ്കല്പമാണ്, കൺസെപ്റ്റാണ്, കവികളുടെ റൈറ്റേഴ്സിൻ്റെ സങ്കല്പമാണ്. അതേപോലെ നമ്മുടെ കവിക്ക് തോന്നുകയാണ് ഡാൻസ് ചെയ്യുന്ന ഒരു യുവതി ആരെ മാടി വിളിക്കുന്നത് പോലെ തോന്നി. നമ്മുടെ ഈ no time to wait till her mouth can and to smile her eyes to begin. A poor life in his full of care. We have no time to stand and stare. അപ്പോൾ കവി പറയാണ് സുന്ദരിയായ ഒരു യുവതി, no time to turn the beauty of glance and watch her feet how they can dance. അവളുടെ കാൽപാദത്തിലേക്ക് നോക്കൂ, എത്ര ഭംഗിയായിട്ട് അവൾ ഡാൻസ് കളിക്കുന്ന, അവൾ നമ്മളെ മാടി വിളിക്കുന്നത് പോലെ തോന്നുന്നില്ലേ? അതൊരു കൺസെപ്റ്റാണ്. അപ്പോൾ അങ്ങനെ യുവതി, ഹെർ എന്ന് പറയുന്ന ആ യുവതിനെ പറ്റിയിട്ടാണ്. നോ ടൈം ടു വെയിറ്റ് ടിൽ ഹെർ മൗത്ത് ക്യാൻ ദ സ്മൈൽ ഹെർ ഹൈസ് ബിഗിൻ. അപ്പോൾ ആ സുന്ദരിയായ ഒരു കുട്ടി ഡാൻസ് കളിക്കുന്നു, അതായത് മന്ദഹാസമുണ്ട്, പുഞ്ചിരിയോട് കൂടിയാണ് കളിക്കുന്നത്, ആ കുട്ടിയെ മാടി വിളിക്കുന്നത് പോലെ തോന്നി. അപ്പോൾ പ്രകൃതിയുടെ സൗന്ദര്യമാണ് മൊത്തത്തിൽ ഇതിൽ എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. എ പുവർ ലൈഫ് ഇറ്റ് ഈസ് ഫുൾ ഓഫ് കെയർ. നമുക്ക് ചെറിയൊരു ജീവിതത്തോട് കുറഞ്ഞ കാലഘട്ടത്തിൽ ജീവിതമുള്ളൂ, അത് നമ്മൾ ബിസി ലൈഫായി തീർക്കരുത്. കുറച്ചൊക്കെ പ്രകൃതിയെ അറിഞ്ഞ് എല്ലാം കണ്ട് മക്കൾ, നമ്മുടെ ന്യൂ ജനറേഷൻ വളരണം എന്നുള്ളൊരു മെസ്സേജാണ് നമ്മുടെ ഈ ഒരു ലിഷർ എന്നുള്ള ഒരു പോയത്തിൽ നമ്മുടെ കവി നമ്മളോട് പറയുന്നത്. കാരണം നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോൾ പലതും കാണുന്നു. ഇതിലെന്തൊക്കെയാണ് പറഞ്ഞത്? കൗനെ കാണുന്നു, സ്ക്വയറലിനെ കാണുന്നു, നേച്ചറിലെ ബ്യൂട്ടി കാണുന്നു. ഇതൊന്നും നമുക്ക് നോക്കാൻ സമയമില്ല. അപ്പോൾ ഇനി വരുന്നവരെന്നെങ്കിലും ഇതൊക്കെ കണ്ടു അറിഞ്ഞു ആസ്വദിച്ചും ന്യൂ ജനറേഷൻ വളരണം എന്നുള്ളൊരു മെസ്സേജോട് കൂടിയാണ് ഈ കവിത നിർത്തുന്നത്. വാട്ട് ഈസ് ദ ലൈഫ് ഓഫ് ഫുൾ ഓഫ് കെയർ? അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസ് എന്താ വരുന്നത്? പേഴ്സോണിഫിക്കേഷൻ, നേച്ചർ, ബ്യൂട്ടിയാണ് മെയിൻ പോയിന്റ്. ബിസി ലൈഫാണല്ലേ ഇതിൽ പറയുന്ന കണ്ടന്റ് എന്നാണ്. ഒരു ബിസി ലൈഫിൽ വി ഡു നോട്ട് സീ എനി അതർ ദ ബ്യൂട്ടി ഓഫ് അവർ നേച്ചർ. W.S. ഡേവിസ് ആണ് ഇത് എഴുതിയത്. പിന്നെ പേഴ്സോണിഫിക്കേഷൻ മിസ് പറഞ്ഞല്ലോ, അത് മാടി വിളിക്കുക, ഒരു യുവതി ഡാൻസ് കളിക്കുന്ന ഒരു യുവതി വിളിക്കുന്നത് പോലെ തോന്നി. നേച്ചർ, ബ്യൂട്ടി, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലിഷർ എന്ന് പറയുന്ന ഒരു പോയത്തിൽ പഠിക്കാനുള്ളത്. പിന്നെ നിങ്ങൾ ഇത് ജസ്റ്റ് ഈ പാഠം നിങ്ങൾ വായിച്ച് മനസ്സിലാകുന്നത് സിമ്പിളായിട്ടുള്ളൊരു
പോയമാണ് അല്ലെ, സിമ്പിൾ പോയം. വാട്ട് ഈസ് ഇൻ ദിസ് ലൈഫ് ഫുൾ ഓഫ് കെയർ, വി ഹാവ് നോ ടൈം ടു സ്റ്റാൻഡ് ആൻഡ് സ്റ്റേ, നമുക്ക് എവിടെ നിൽക്കാൻ സമയമില്ല. നോ ടൈം ടു സ്റ്റാൻഡ് ബിനീത്ത് ദ ബോ ആൻഡ് സ്റ്റെയർ ലോങ് ആസ് ഷീപ്പ് ടു കോ, നോ ടൈം ടു സീ വെൻ വുഡ്സ് വി പാസ്, വെർ സ്ക്വയറൽ ഹൈഡ് their nuts in grass, no time to turn the beauty of glens and watch her feet and how they can dance, no time to wait till her mouth can enrich that smell her eye became, and a poor life is full of care and we have no time to stand and stare. ലൈഫ് ഫുള്ള് ബിസിയാണ്, നമുക്ക് എവിടെ നിൽക്കാൻ നേരമില്ല. അപ്പോൾ വൈ ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ വേൾഡ് കെയർ ഇൻ ദ ഫസ്റ്റ് ലൈൻ? എന്താണ് ഫസ്റ്റ് ലൈനിലെ കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ലൈഫ് എപ്പോഴും കെയർ, നമ്മളെ കെയർ ചെയ്ത് മുന്നോട്ട് പോകണം. ഫസ്റ്റ് ലൈനാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. ദിസ് ലൈഫ് ഫുൾ ഓഫ് കെയർ, ഫുൾ ഓഫ് കെയർ മീൻസ് ഫുൾ ഓഫ് ബിസി എന്നാണ് അർത്ഥം. ഓക്കെ, ദ കെയർ മീൻസ് ബിസി. ഓക്കെ, ബട്ട് എസ് പോയിന്റ് വി നീഡ് ദ ടൈം. ഇതിൽ പിന്നെ വരുന്ന വേറൊരു സംഭവം എന്താ, റൈമിംഗ് വേർഡ്സ് അല്ലേ, അതായത് ഒരേപോലെ എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ് റൈമിംഗ് വേർഡ്സ്. ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് വരുന്നത്? ഇതിൽ റൈമിംഗ് വേർഡ്സ് കണ്ടോ, കെയർ, സ്റ്റെയർ. എന്താണ് റൈമിംഗ് വേർഡ്സ്? ഒരേപോലെ വരുന്ന വേർഡ്സിന്, ഒരേപോലെ വരുന്നതിനെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക, കവിതയിൽ വേർഡ് അണ്ടർലൈൻ ചെയ്യുക. കെയർ, സ്റ്റെയർ അതൊരു റൈമിംഗ് ആണ്. നെക്സ്റ്റ് ഇതിൽ വരുന്നത് പാസ് ആൻഡ് ഗ്രാസ്, അത് റൈമിംഗ് വേർഡ്സ് ആണ്. ഗ്ലാൻസ് ആൻഡ് ഡാൻസ് എക്സാമിനുള്ളതാണ് മിസ് പറയുന്നത്. എക്സാമിന് ക്വസ്റ്റ്യൻ വരിക, റൈം ടു വിച്ച് ആർ ദ റൈമിംഗ് വേർഡ്സ് ഇൻ ദ പോയം ലിഷർ. അപ്പോൾ ലിഷർ എന്ന പോയത്തിലെ റൈമിംഗ് വേർഡ്സ് ചോദിച്ചാൽ പറയേണ്ടത് ഫസ്റ്റ് ഒന്ന് മാത്രമേ എഴുതൂ. കെയർ ഹൈഫൺ സ്റ്റെയർ, ബോസ് ഹൈഫൺ ക്രോസ്, വി വേണ്ട, പാസ് ഹൈഫൺ ഗ്രാസ്, ഗ്ലാൻസ് ഹൈഫൺ ഡാൻസ്, ക്യാൻ ഹൈഫൺ ബിക്കാൻ അത് വേണ്ട, അത് ഒരു രണ്ടും ഓക്സിലറീസ് ആണ്, കെയർ ആൻഡ് സ്റ്റെയർ. അപ്പോൾ എത്ര റൈമിംഗ് വേർഡ്സ് ഇതിലുണ്ട്? കെയർ ആൻഡ് സ്റ്റെയർ അല്ലേ, എത്ര എണ്ണം ഉണ്ട്? ഒന്ന് കെയർ ആൻഡ് സ്റ്റെയർ. അടുത്ത റൈമിംഗ് വേർഡ്സ് ഏതാ? ബോസ് ആൻഡ് കോസ്, BOUGHS, ബോസ് ആൻഡ് COWS, പശു എന്നുള്ള പശുവിൻ്റെ കൗസ്. Then pass and grass, PASS and GRASS, pass and grass. Next glance and dance, GALNCE, glass and dance. ഓക്കെ, അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ വരും റൈമിംഗ്, വിച്ച് ആർ ദ റൈമിംഗ് വേർഡ്സ് അല്ലെങ്കിൽ ചോദിച്ചാൽ നിങ്ങൾ എത്ര ഉണ്ട്? 1, 2, 3, 4 റൈമിംഗ് വേർഡ്സ് ഈ ക്വസ്റ്റ്യനിലുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ അതും പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാൽ നമ്മളോട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദാറ്റ് ഷീപ്പ് ആൻഡ് കൗസ് ഡു നോട്ട് വിച്ച് വി ഹാവ് നോ ടൈം അല്ലേ, അതുകൊണ്ടല്ലോ അത് കറക്റ്റ് വരി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൗസ് ആൻഡ് എന്താണ്? വി നോ ടൈം ടു സ്റ്റാൻഡ് ബിനീത്ത് ദ ബോസ് ആൻഡ് സ്റ്റേ ദ ലോങ് ആസ് ഷീപ്പ് ഓർ കോസ്. നമുക്ക് ബിനീത്ത് എന്നാണ് അരികെ എന്നാണ് അർത്ഥം. നമുക്ക് ഒരു പശുവോ കാണെ ദൂരെ നിന്ന് പ്രകൃതിയിൽ ഇവർ പുല്ല് മേയുന്നതും പുല്ല് തിന്നുന്നതും നോക്കുന്നതും ഒക്കെ നല്ല സുന്ദരമായ കാഴ്ചയാണ്. പച്ചപ്പ് വിരിച്ചൊരു പാടം, അതിലിങ്ങനെ കൗ പുല്ല് തിന്നുന്നത്, അതിനടുത്ത് കുട്ടികൾ കളിക്കുന്നത്, കാറ്റ് വീശുന്നത്, തൊട്ടടുത്ത് പുഴ ഒഴുകുന്നത്, മനോഹരമായ ഒരു പ്രകൃതി ദൃശ്യമാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. അതുവരെ നോക്കാൻ എന്തില്ല, നമുക്ക് സമയമില്ല. ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ലിഷർ എന്ന പോയത്തിലും ആൻഡ് മൈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന പാഠത്തിലും നമുക്ക് മനസ്സിലായത്. ഓക്കെ.